ഇന്നൊരു പ്രോൺസ് ഗ്രീൻ മസാല ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഈ ഒരു വീഡിയോ റിയലിട്ട സമയത്ത് കുറച്ച് പേരൊക്കെ ചെയ്ത് നോക്കിയിട്ട് കൊള്ളാമെന്ന് അഭിപ്രായം പറഞ്ഞിട്ടുള്ള ബിരിയാണിയാണ്. ഒരു മസ്റ്റ് ആയിട്ടും തന്നെ വേണമെങ്കിൽ പറയാം, നല്ല ടേസ്റ്റിലുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ബിരിയാണി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് നമുക്ക് ബിരിയാണിക്ക് ആവശ്യത്തിനുള്ള റൈസ് വേവിച്ചെടുക്കാനാണ്. അപ്പോൾ ഞാൻ വെള്ളം വെച്ചെടുത്തിട്ടുണ്ട്. ഒരു 2 കപ്പ് റൈസ്, പിന്നെ അതിനനുസരിച്ചിട്ടൊരു 4-5 കപ്പ് വെള്ളം വെച്ചെടുക്കാം. അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഹോൾ സ്പൈസസും ഉപ്പൊക്കെ ചേർത്തെടുക്കുന്നുണ്ട്. ചെറിയൊരു കഷ്ണം പട്ട, കുരുമുളക് കുറച്ച് ചേർത്തെടുക്കാം. ഗ്രാമ്പു, ഏലക്ക ഇത്രയൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട്, കല്ലുപ്പ് ചേർക്കുകയാണെങ്കിൽ റൈസ് കുറച്ചും കൂടെ ഒന്ന് ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് തന്നെ കിട്ടും. അതൊക്കെ ചേർത്തിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 3 സവാള, അത്യാവശ്യം വലിപ്പമുള്ള 3 സവാള സ്ലൈസ് ആക്കി എടുത്താൽ ഇതൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 6-7 പച്ചമുളകും പിന്നെ ഒരു 10-12 കാഷ്യൂനട്ടും അത്യാവശ്യം വലിപ്പമുള്ള 2 വെളുത്തുള്ളി ഒന്ന് ഫുള്ളായിട്ട് തൊലി കളഞ്ഞെടുത്താണ്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇത്രയും കൂടെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു പേസ്റ്റ് കൂടെ സവാള നന്നായിട്ട് കുക്കാവുന്നതിന് ശേഷം മാത്രം നമുക്ക് അതിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് അതും കൂടെ ചേർത്ത് അതിൻ്റെ ഒരു പച്ചമുളകൊന്ന് മാറി വരുന്ന ഒരു സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി സ്ലൈസ് ആക്കിയതാണ്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടിയാണ്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള 500 ഗ്രാമോളം പ്രോൺസാണ് കേട്ടോ, അതും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു പകുതി ലെമണിൻ്റെ ജ്യൂസും കൂടെ ചേർത്തെടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്നും വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കുക. നമ്മളിതിലേക്ക് ഇനി അഡീഷണൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ ഒരു പ്രോൺസ് എന്നുള്ള വെള്ളത്തിൽ തന്നെ ഈ ഒരു മസാല കുക്കായി കിട്ടും. ഇപ്പോൾ റൈസിന് വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ള നന്നായിട്ട് കഴുകി വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂറൊന്ന് കുതിർത്തെടുത്താണ്. അപ്പോൾ അതൊന്ന് കുക്കാനായിട്ട് വയ്ക്കണം. ഒരു 8-10 മിനിറ്റിനകം കൊണ്ട് തന്നെ ഈ ഒരു റൈസ് കുക്കായി കിട്ടും. ഞാൻ ഇവിടെ ദാവത്തിൻ്റെ ഒരു ബ്രാൻഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റൈസ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കൊരു 95% തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഓവറായിട്ട് കുക്കായും പോകണ്ട, എന്നാൽ തീരെ കുക്കാവാതെ ഇരിക്കേണ്ട, ആ ഒരു പാകത്തിനൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു റൈസ് ഒന്ന് ഊറ്റി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ചൂടോട് കൂടി തന്നെ ദമ്മിട്ടെടുക്കണം. അപ്പോൾ ആ മസാല ആ ഒരു ടൈം കൊണ്ട് തന്നെ മസാലയും പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു ആ റൈസ് വെച്ചിട്ടുള്ള ഒരു പാത്രത്തിൽ, കുക്കറിലാണ് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതൊന്ന് കഴുകിയതിന് ശേഷം അതിനകത്ത് താഴോട്ടും മസാല വയ്ക്കും. അതിന് മുകളിലിട്ട് നമുക്ക് വേവിച്ചിട്ടുള്ള റൈസ്, പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും നെയ്യിൽ കുറച്ച് കാഷ്യൂനട്ടും പിന്നെ അതുപോലെ തന്നെ മുന്തിരിങ്ങ റൈസിൻസും കൂടെ ഒന്ന് വറുത്താണ്. അതും പിന്നെ 1-2 ടീസ്പൂൺ നെയ്യും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ പോളിലൊന്ന് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് ദമ്മിട്ടെടുക്കുക. വളരെ ചെറിയ തീയിൽ വേണം ദമ്മിട്ടെടുക്കാനായിട്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അടച്ചൊരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് അടച്ചൊന്ന് മാറ്റി വയ്ക്കും. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇതുപോലെ അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നല്ല ടേസ്റ്റിലുള്ള ബിരിയാണിയാണ്, മസ്റ്റായിട്ടും തന്നെ പറയാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വീഡിയോ റെസിപ്പി ഇഷ്ടമായാൽ മറക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.